ശ്രീ നിജേഷ് അരവിന്ദ് അവസാനമായി UDF ജയിച്ചത് നിലമ്പൂരിൽ 2011 നിയമസഭയിലേക്ക്. അന്ന് സാക്ഷാൽ ആര്യാടൻ മുഹമ്മദ് മത്സരിക്കുമ്പോൾ ഉള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് 6000-ൽ ചില്ലറ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ PV അൻവറിന്റെ രംഗപ്രവേശത്തിന് മുമ്പ് തന്നെ ടൈറ്റ് കോൺടെസ്റ്റ് നടന്നിട്ടുള്ള ഒരു മണ്ഡലമാണ് സമീപകാല നിലമ്പൂർ. കഴിഞ്ഞ 2 പതിറ്റാണ്ടെടുത്താൽ അതുകൊണ്ട് ഈസി വാക്ക് ഓവർ എന്ന് വിചാരിക്കേണ്ടതില്ല. ഇപ്പോഴത്തെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഇപ്പോൾ അൻവർ എന്തെങ്കിലും നിലപാടെടുക്കുമോ എന്നറിയില്ല. ചില സാമുദായിക സംഘടനകൾക്കടക്കം മറ്റ് ചില വിഷയങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. UDFിൻ്റെ പരമ്പരാഗത വോട്ട് ബേസായ ക്രിസ്ത്യൻ സമൂഹത്തിൽ സമീപകാലത്ത് സ്വാധീനം നേടുന്ന ചില സംഘടനകളുടെയും നിലപാടുകളുടെയും ഒക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനെ ഒരു കേക്ക് വാക്കാക്കി എടുത്ത് എന്തായാലും ഞങ്ങളുടെ സീറ്റ് പഴയ സീറ്റാണ്, അനായാസം ജയിക്കും, അൻവർ LDFിൽ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അമിത ആത്മവിശ്വാസത്തിന് പോയാൽ ചിലപ്പോൾ ആശങ്കയ്ക്കും വഴിവെച്ചുകൂടെ? അല്ല, പഴയ നിലമ്പൂരും ഡീലിമിറ്റേഷന് ശേഷമുള്ള നിലമ്പൂരും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പോൾ ചാലിയാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ UDFിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ നേരത്തെയുള്ള നിലമ്പൂരിലുണ്ടായിരുന്നു. അമരമ്പലം ഇല്ലായിരുന്നു. അമരമ്പലം CPMൻ്റെ ശക്തിയാണ്. അപ്പോൾ ആ ഡീലിമിറ്റേഷൻ്റെ ഭാഗമായി ഞങ്ങളുടെ പരമ്പരാഗത വോട്ടുകൾ കുറഞ്ഞു എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ വഴിക്കടവ് ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ മേഖലകളിലൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും വന്നിട്ടില്ല. കഴിഞ്ഞ തവണ നിലമ്പൂർ നഗരസഭയിലാണ് ഞങ്ങൾക്ക് ഒരു സെറ്റ് ബാക്ക് ഉണ്ടായത്. അതുപോലെ പോത്തുകൽ തുടങ്ങിയ സ്ഥലങ്ങൾ അവിടെയൊക്കെ കോൺഗ്രസിൻ്റെ ബേസിലൊന്നും യാതൊരു പ്രയാസവുമില്ല. അതുകൊണ്ട് ഞങ്ങളത് ഡീലിമിറ്റേഷന് ശേഷമുള്ള നിലമ്പൂരിനെ ഞങ്ങൾ അങ്ങനെ തന്നെ നോക്കിക്കാണുന്നുണ്ട്. പക്ഷേ BJPയിലെ വ്യത്യാസം അഭിലാഷം നമ്മൾ നോക്കിക്കാണണം. നേരത്തെ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. ഇപ്പോൾ അതൊരു ബിസിനസ്മാൻ ആയിട്ടുണ്ട്. അതിനുള്ള മാറ്റമാണ്. നേരത്തെ രാഷ്ട്രീയക്കാരാകുമ്പോൾ രാഷ്ട്രീയ ബലം പരീക്ഷിക്കുക, ശക്തി തെളിയിക്കുക. ഇപ്പോൾ ബിസിനസ്സുകാരനായ സമയത്ത് അവരിൽ മാറ്റം കണ്ടു. ഇത് സാമ്പത്തിക നഷ്ടമാണ്, ആ ഏർപ്പാടിന് പോവേണ്ട. ആ ഒരു വ്യത്യാസം BJPയിൽ വന്നിട്ടുണ്ട് എന്നാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. ഏതായാലും UDFിനെ സംബന്ധിച്ചിടത്തോളം, സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു എഡ്ജ് ഉണ്ട്. നേരത്തെ നിലമ്പൂരിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന, നഗരസഭാ ചെയർപേഴ്സണായിരുന്ന ആര്യാടൻ ഷൗക്കത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു മേൽവിലാസം അവിടെയുണ്ട്. ആ മേൽവിലാസത്തിൽ വെച്ചുകൊണ്ട് UDFിൻ്റെ ശക്തി വെച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആ കൂട്ടത്തിൽ ആരെല്ലാം ഒപ്പം വന്നു കഴിഞ്ഞാലും നമ്മൾക്കവിടെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാം. നേരത്തെ CPMൻ്റെ പ്രതിനിധി പറഞ്ഞ വികസന നേട്ടങ്ങൾ, അവിടെ നിലമ്പൂർ ബൈപ്പാസ് ഉൾപ്പെടെ, KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പണം ഉൾപ്പെടെ, അവിടെ ഗവൺമെൻറ് കോളേജിൽ കെട്ടിടം വെക്കാത്തത് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കവിടെ പറയാറുണ്ട്. അതൊക്കെ നമ്മൾക്ക് ആ പോരാട്ടത്തിൻ്റെ വേദിയിൽ പറയാം. ആര്യാടൻ മുഹമ്മദ് എന്ന കോൺഗ്രസ് നേതാവ്, UDF നേതാവ്, MLA ഉണ്ടാക്കിയ നേട്ടങ്ങൾക്കപ്പുറത്തേക്ക് എന്ത് നേട്ടം വികസനം പറഞ്ഞ് ഒരു ഇലക്ഷൻ നറേറ്റീവ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം 82 മുതൽ ആര്യാടനാണ് MLA, അതിനു മുമ്പ് MP ഗംഗാധരനാണ് MLA. LDFിന്റെ പ്രതിനിധികൾ ഒരു അല്പസമയം TK ഹംസ ഒക്കെ ഉണ്ടായത് ഒഴിച്ചാൽ പഴയ കാലത്ത് MLA ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയും കാലം കോൺഗ്രസിന്റെ MLA പോയ സ്ഥലത്ത് വികസനം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, വികസനമുണ്ട് എന്നാണ് പറഞ്ഞത്. ആര്യാടൻ മുഹമ്മദ് ഉണ്ടാക്കിയ വികസനം, ഗവൺമെന്റ് കോളേജ് പ്രഖ്യാപിച്ചത് ആര്യാടന്റെ കാലത്താണ്. നിലമ്പൂർ ബൈപ്പാസിന്റെ ആദ്യത്തെ പണം മുടക്കിയത്, അതിന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചത് ആര്യാടൻ മുഹമ്മദിന്റെ കാലത്താണ്. അവിടെ ബാക്കി എല്ലാ നേട്ടങ്ങളും ഞാനത് എണ്ണി പറയുന്നില്ല. എല്ലാ നേട്ടങ്ങളുടെയും അവകാശികൾ ഞങ്ങളാണ്. പിന്നെ ഞാൻ നേരത്തെ CPM പ്രതി പറഞ്ഞ വികസനത്തെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് നമുക്ക് പറയാം. അപ്പം ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ വരുന്ന വഴിയിൽ എൻ്റെ വഴി കൂടിയാണ് വന്നത്. എനിക്ക് തോന്നുന്നത് കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടാണ് വരുന്നത് തോന്നുന്നു. കാരണം അവിടെ ദേശീയപാതയിൽ കൂടി പോകേണ്ട കാര്യമില്ലല്ലോ. കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങിയ ദേശീയപാത ടച്ച് ചെയ്യണം. അതുകൊണ്ടാണ് കണ്ണൂരിൽ നിന്ന് വന്നതാണ് എൻ്റെ വിശ്വാസം. അതുൾപ്പെടെ നമ്മൾക്ക് ചർച്ച ചെയ്യാനുണ്ട്. ആ ചർച്ചയിലേക്ക് നമുക്ക് പോകാം. പിന്നെ ഒന്ന്, PV അൻവർ മുന്നോട്ട് വെച്ച ചില പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടതാണ്. അവിടെ CPMനകത്ത് ഉണ്ടായ RSSൻ്റെ സ്വാധീനം, ഹൊസബളെ, അതുപോലെ അജിത് കുമാറിൻ്റെ രാഷ്ട്രീയം, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട. മലയോര കർഷകൻ്റെ പ്രശ്നം, ഈ 9 വർഷമായി ഗവൺമെൻറ് എടുക്കുന്ന മലയോര കർഷകരോടുള്ള നിലപാട് ഉൾപ്പെടെ, അതൊക്കെയാണ് ചൂടുള്ള ചർച്ചയായി മാറാൻ പോകുന്നത്. മറ്റേതൊക്കെ ഇപ്പോൾ 1-2 ദിവസം കൊണ്ട് എന്തായാലും ഡെഡ് ലൈൻ പറഞ്ഞു കഴിഞ്ഞു. 30, 1, 2 പരമാവധി 2-ാം തീയതിക്ക് അപ്പുറത്തേക്ക് മറ്റൊന്നും നിലനിൽക്കില്ല. ഇനി അങ്ങോട്ട് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ കഴിഞ്ഞ 9 വർഷത്തെ ഭരണത്തിനുള്ള വിലയിരുത്തലാണോ എന്ന് LDF ഉറപ്പിച്ച് പറയേണ്ട സാഹചര്യമാണ്. അങ്ങനെ പറയാനുള്ള ധൈര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പുതുപ്പള്ളിയിലെ, പാലക്കാട്ടെ, ആലത്തൂരിലെ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്.